ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി പിസ്സ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദയിലേക്ക് 2 ടീസ്പൂണ് ഈസ്റ്റാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ആദ്യം ഒരു കപ്പിലേക്ക് 2 കപ്പ് മൈദ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 10 മിനിറ്റോളം ഒന്ന് വെക്കാം. അതിനായിട്ട് ഞാനിതാ 2 ടീസ്പൂണ് ഈസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു അര കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പൊങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിനി ബാക്കിയുള്ളത് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര 1 ടീസ്പൂണും 2 ടീസ്പൂൺ ഈസ്റ്റുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അര കപ്പ് ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇളം ചൂട് വെള്ളം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒറിഗാനോ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇട്ട് കൊടുത്താൽ വേറൊരു ഫ്ലേവറായി കിട്ടും. അപ്പോൾ ഒറിഗാനോൻ്റെ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ട് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിസ്സക്ക്. അപ്പോൾ ഇതാ 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറിഗാനോ നമുക്കിതാ എല്ലാ ഷോപ്പിൽ നിന്നും ഇപ്പോൾ കിട്ടുന്നുണ്ട്. നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വാങ്ങേണ്ട ആവശ്യമൊന്നും വരില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാങ്ങാം. ഞാനിപ്പോൾ അത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഇങ്ങനെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ അത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതൊരു 5 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ടൊരു 2-3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതങ്ങനെ വെക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അതേപോലെ ക്യാപ്സിക്കം ഇതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ പിസ്സ സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്. പിസ്സ സോസ് നമ്മൾക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിതാ എന്നിട്ട് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് നന്നായിട്ട് കുത്തി കൊടുക്കുക. നമ്മളെ ബാറ്റർ നന്നായിട്ട് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓവറായിട്ട് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ഇതാ പിസ്സ സോസ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിസ്സ സോസ് നമ്മളിതാ ഒരു 2 ടീസ്പൂണോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ഒറിഗാനോ പൊടിച്ചത് നമ്മളിതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം.
ഒറിഗാനോ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഇതിങ്ങനെ ചിരണ്ടി വെച്ചതായിരുന്നു, അതിപ്പോൾ ഞാനതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പിസ്സ എന്ന് പറയുമ്പോൾ നമ്മളത് ചൂടോടെ കഴിക്കണം, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ. ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. അതുകൊണ്ട് തന്നെ നല്ല ചൂടോടുക്ക് തന്നെ കഴിക്കാൻ നോക്കുക. പിസ്സ നമ്മൾ കഴിക്കാൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിൽ അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ ചിക്കൻ പൊരിച്ചതുണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സൈഡിലായിട്ട് നമ്മളിങ്ങനെ ചിക്കൻ പൊരിച്ചതും ക്യാപ്സിക്കവും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. റെഡ് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. അത് എരിവിനനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനിനി ക്യാപ്സിക്കം റൗണ്ടായിട്ട് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ലാസ്റ്റായിട്ട് നമുക്ക് ചീസും കൂടി ഇനി വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പിസ്സ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓവനിലാട്ടോ ബേക്ക് ചെയ്തെടുക്കണേ. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ചീസ് ഇഷ്ടമുള്ളവർ കൂടുതൽ ചീസ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 5 മിനിറ്റും കൂടി ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ ബാറ്റർ ഒന്നും കൂടി വെന്ത് വരാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 5 മിനിറ്റും കൂടി കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 25 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പിസ്സ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ പിസ്സ ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചൂടോടെ തന്നെ കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ചീസൊക്കെ ഒന്ന് എന്താ പറയുക നമുക്കിങ്ങനെ കാണാൻ കഴിയുള്ളൂ. ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ കട്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ടേസ്റ്റ് അടിപൊളി തന്നെ ആയിരുന്നു. പിസ്സയുടെ ടേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.